ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ബ്രെഡൊക്കെ വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ മെയിനായിട്ട് എടുക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് റവ കുതിർത്തി എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റവ, അത് വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല, അത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങനെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്ന ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കാരണം നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ശരിക്കും നമുക്കിത് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന, കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ഒട്ടുന്ന രീതിയിൽ കുഴച്ച് വയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത ഒരു പരുവത്തിലായിട്ടുണ്ട്. പാലൊക്കെ തന്നെ നന്നായി, റവയുള്ള കാരണം പാലൊക്കെ തന്നെ നന്നായി വലിച്ചെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് പരട്ടി കൊടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ വിള്ളലൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മിനുസായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ നല്ല മിനുസത്തിൽ വിള്ളലൊന്നും വരാതെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. കാരണം ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത് സൈസ് കൂടും. ഇപ്പോൾ എനിക്കിവിടെ ഒരു 21 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 21 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരുപാട് ചൂടായി പോകരുത്, അല്ലെങ്കിൽ ഒരുപാട് ചൂട് കൂടിപ്പോയാൽ ഇത് ഇട്ട വഴിക്ക് പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറിപ്പോവും, ഉള്ളൊന്നും വെന്ത് വരില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുത്താൽ മതിയാവും. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ ഓയിലൊന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഉരുണ്ട് വരുന്ന നേരം കൊണ്ടാണ് ഇത് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് കളറായി വരിക. നമ്മളെപ്പോഴും ആ ബോൾസിനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതിയാവും. പിന്നെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോയിൽ വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കളർ മാറിപ്പോവും, ഉൾഭാഗം വെന്ത് വരില്ല. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പഞ്ചസാരയൊക്കെ തന്നെ നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാര ഇനി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒറ്റനൂൽ പരുവാവാനൊന്നും നിൽക്കണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ നല്ല ചൂടോട് കൂടി അതിൽ നിന്ന് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒന്ന് പകുതിയോളം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി സിറപ്പൊക്കെ പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ പാൽപ്പൊടി കൊണ്ടുള്ള ഗുലാബ് ജാമുൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉള്ളിലൊക്കെ സിറപ്പ് പിടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.